ഹലോ മറിയ. മറിയന്റെ അമ്മ സംസാരിക്കണം. സോറി. അപ്പം നമ്മളുടെ വയസ്സ് ഗസ് ചെയ്യണം നീ. ഗായ്സ്, നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ കൺമണി ഡാൻസ് കളിക്കാൻ കൃഷ്ണമണി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അഗിൻ വിജയൻ ആൻഡ് സാനിയ ബാബു ഒഫീഷ്യൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഡാൻസിന്റെ റീക്രിയേഷൻ ആണ്. അതും ഇവളും മറ്റൊരാളുടെ പേര് ടിബിൻ മാസ്റ്ററും കൂടി. മാസ്റ്റർ കണ്ടാൽ ഞങ്ങൾ ക്ഷമിക്കണം, കാരണം അതിന് ഗംഭീരമായിട്ട് ഞാൻ കളിക്കാൻ പോവാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് ഒന്നും നോക്കില്ല ഡാൻസിന്റെ. ഇവളെനിക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ബിഹൈൻഡ് ദി സീൻ ബിഹൈൻഡ് ദ സീൻസ് നമുക്കിപ്പോ കാണാം. എന്നിട്ട് നമുക്കിത് ബിഹൈൻഡ് ദ സീൻസ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യാൻ പോകണം. അത് നമ്മുടെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിപ്പങ്ങളാണ്. അവിടെ നമ്മുടെ രംഗണ്ണൻ ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെ, അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന സോങ് പ്ലേ ചെയ്യണമെന്നില്ല. അവൾക്ക് സ്റ്റെപ്പ് കണ്ടത് സോങ് പ്ലേ ചെയ്ത് കോപ്പറേറ്റ് വരും. അയ്യോ, വേറെ പാട്ട് പോ. ടൈമിംഗ് അല്ല അതെന്തിന് മൊണ്ണേ, അത് ഇതില് വരുമ്പോല്ലേ. അത് കോപ്പറേറ്റ് സോങ് വേണം. ഇതാണുള്ള പരിപാടി. ഞാനൊന്ന് പറയും, അതിന്റെ ഇരട്ടി വിള് പറയും. ഞാൻ പറഞ്ഞു കേട്ടോ. ടോക്സിക് ആണോ ഗൈസ്? നിങ്ങൾ പറയൂ, കമന്റ് ഇടൂ. ഇവിടെ പെണ്ണുമില്ല പ്രേമില്ല. പക്ഷെ പെണ്ണ് പോയി മറിയ എനിക്കറിയാം. എന്റെ ബേബി. ഹലോ മറിയ. ഹലോ മറിയ. ഹലോ ഹലോ. ആരാ മനസ്സിലായോ? മനസ്സിലായില്ലേ? കുഞ്ഞുന്റെ ഏട്ടൻ മനസ്സിലായില്ല? മറിയന്റെ ഫോൺ ആരാ വിളിക്കുന്നോ? ഇത് മറിയന്റെ ഫോണല്ല, ഇത് മറിയന്റെ ഫോൺ ആരാ വിളിക്കുന്നത്? മറിയന്റെ അമ്മ സംസാരിക്കണം. സോറി. അയ്യോ, ഹലോ ഹലോ ആന്റി, ഞാൻ ആർദ്രയാ. അതെ, ആ ചേച്ചിയുടെ വീട്ടിൽ കേട്ടിട്ടുണ്ട് ഇതിനെ. നീ അവനെ പറ്റിച്ചതാണോ? എന്നെ പറ്റിച്ചതാണ്. എടി, നിനക്ക് ശരിക്കൊരു വല്യമ്മേനെ സൗണ്ട്. എനിക്കെന്ത് പേടി? നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിടും അത്ര. അതിൽ കൂടെ എനിക്കെന്താ? നിന്റെ അമ്മ വിളിക്കുന്നതെന്ന്. കുഞ്ഞിന്റെ അഭിനയം കാണേ. എന്താ എന്റെ എന്റെ പറ എന്റെ ഈ വിളിച്ചത് നന്നായി. കാരണം എന്താ പറയാ, വ്ലോഗ് കഴിഞ്ഞോ? ഞാൻ ഇവിടെ വ്ലോഗ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. നിന്റെ കോള് അപ്പഴേ നീ വിളിച്ചേ. കാണാം. ഇതാണ് ഗൈസ് മറിയ, എന്റെ ഫ്രണ്ട് ആണ്. മറിയനെ സൂം ചെയ്ത് കാണിച്ചേ. അതാണ് മറിയ ഗൈസ്. അധികം സൂം ചെയ്യണ്ട. അതോ ഞങ്ങൾ പ്രാങ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാൻ പോകണം ഗൈസ്. ഇന്ന് പോണം. എനിക്ക് ഒരു സീനും കൂടി ഉണ്ട്, ഒരു ഷോട്ടും കൂടി ഉണ്ട്. ബാഗ് എടുത്ത് വെക്കണേ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ ആരംഭിക്കാൻ പോവാണ്. രംഗണ്ണൻ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാനുണ്ടോ? രംഗണ്ണൻ, ഞങ്ങൾ ഇതിനു മുമ്പ് വേറൊരു സാധനങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ ട്യൂൺ എന്തായിരുന്നു? ആ സാധനം ഞങ്ങള് കളിച്ചിട്ടുണ്ട്. അതിന്റെ റിഹേഴ്സൽ സാധനം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. യെസ് ഗായ്സ്, വഴിയെ കാണാം. ഞങ്ങൾ അപ്പൊ ഡാൻസിന്റെ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. എവിടെ എന്റെ മാസ്റ്റർ? എനിക്ക് കാർത്തികിനെ ഓർമ്മ വരുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോപ്പ്. വരുൺ റെഡിയാ? എന്റെ റെഡിയായോ? എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ സ്വന്തം മുഖം കാണിക്കാതെ ഞങ്ങളുടെ അവിഞ്ഞ മുഖം വെച്ച് മാത്രം യൂട്യൂബിൽ ഇടുന്ന ആളാണ് ഇയാൾ. ഞങ്ങൾ ആദ്യമായിട്ട് ആ ചാനലിന്റെ പേര് ഒന്നും കൂടി പറഞ്ഞേ. സജി സജീന്ദ്രനിൽ കൺമണിയുടെ ഫോട്ടോസ്, സൂപ്പർ കൺമണിയുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണം ആളുടെ. അത് ഒരു പാട്ട് വെച്ച് 10 റീഡ് ചെയ്യുന്ന സജീന്ദ്രനാണ്. പാട്ട് വെക്കാൻ സമയമില്ലല്ലേ? അതാണ്, സമയമില്ലാത്തോണ്ടാ. വരുണ്ട അവിടെ റെഡി. ഞാനും വന്നിട്ട് ചെയ്യണം. നിന്നെ വിളിച്ചു അവള് മറിയ. ഞങ്ങൾ അന്ന് അടിച്ചു പൊളിച്ചിരുന്ന പിടിച്ചേ.
നീ എന്താ വരാഞ്ഞേ പറഞ്ഞവള് ബൈ, ഞാൻ പോവാണ്, ഞാൻ വരും. ബൈ, സ്റ്റേ ട്യൂൺ, ബൈ. എന്തൊക്കെയാ ഈ പറഞ്ഞപ്പോ മലയാളത്തിൽ പറഞ്ഞു പോവോ? കാരണം ഇവിടെ ഷൂട്ട് കഴിഞ്ഞു. നമ്മുടെ കൺമണിയുടെ ഷൂട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങക്ക് താൽക്കാലികമായിട്ട് ഡാൻസിന്റെ വീഡിയോസ് നീ ഇട്ട് കൊടുക്കണേ, അവർക്ക് അങ്ങനെ മനസ്സിലാവട്ടെ എന്തൊക്കെ. അവർക്ക് അങ്ങനെയെങ്കിലും മനസ്സിലായിക്കോട്ടെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എല്ലാരും പറയണത് അഗ്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക, അഗ്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക ഒരുമിച്ച് ചെയ്യുന്നത്. കാരണം എന്നിട്ട് നീ കാണിച്ചൊന്ന് ജസ്റ്റ് കൊടുക്കണം. ടൈം വേണം, പഠിച്ചോ. അവിടെ തളച്ചാട്ടൊക്കെ കാണിച്ചു കൊടുത്ത് പഠിക്കാവേ. ഞാൻ പഠിക്കും. എനിക്ക് ടൈം വേണം എനിക്ക് ഒരുപാട് ടൈം. ബൈ. ഗായ്സ്, കിളി പോയ കൃപയും മഞ്ഞക്കിളിയായി കൺമണിയും ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു എന്നെ അവളെ വയസ്സറിയില്ലല്ലോ. വേണ്ട വയസ്സറിയില്ലേ? വേണ്ട. കൺമണിയുടെ വയസ്സ് ഇവിടെ ഗസ് ചെയ്യാൻ പോട്ടല്ലോ. ഇത് നമ്മുടെ സൂപ്പർ കൺമണി കാണുന്ന ഒരു കുട്ടി ഫാനാണ്. അപ്പം നമ്മളുടെ വയസ്സ് ഗസ് ചെയ്യണം. നീ ഗസ് പറ. സാനിയുടെ ഗസ് ചെയ്യും. സാനിയുടെ ഗസ് ചെയ്യും. 21 22 20 ആവാൻ പോകുന്നു. കറക്റ്റ് ആണ്. ഇനി അഞ്ജലിന്റെ ഗസ് ചുമ്മാ ഗസ് പറ എത്ര ഉണ്ട് പറയട്ടെ. ഗസ്സിങ് അല്ലേ, നമ്മള് ഒറിജിനൽ നമ്മൾ പറയൂല. എത്ര? ഒരു ഗസ് ചെയ്ത് കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല. പറഞ്ഞോ 23 അടി. നീ വരുണ്ണേട്ടന്റെ എടാ അതൊക്കെ കണ്ടിട്ടോ കുട്ടി. ബ്രഹ്മണം. അപ്പൊ എത്ര ഉണ്ടാവും? അല്ല അതിനെക്കാട്ടും കൂടുതലാണ്. 28 അല്ല കേട്ടോ, അതിനും കൂടുതലുണ്ട്. ഉണ്ട്. എന്റെ ഏജ് പറഞ്ഞു. പറഞ്ഞോ. 29 35 കുഞ്ഞെ. എത്ര പറഞ്ഞേ? 29 30 അല്ല കുഞ്ഞെ, ശരിക്കും മുഖം ഒന്ന് കാണട്ടെ. എല്ലാവരും കുറച്ച് പറഞ്ഞു, ഇത് മാത്രം കൂട്ടി പറഞ്ഞു. കുഴപ്പമില്ല, ചുമ്മാ വിഷമൊന്നുമില്ല, ചെറിയ സങ്കടം ഉണ്ട്. ഇത് നമ്മുടെ കുട്ടി ഫാനാണ് കേട്ടോ. ഇവള് +1 പഠിക്കണേ. ഏതാണ് +1? പേരെന്താ? ഹ്യൂമാനിറ്റീസ്. വീഡിയോ കുഴപ്പമില്ലല്ലോ. ഫ്രീ. അപ്പം നോമ്പ് തുറന്നോ? കഴിച്ചില്ലേ? ബാങ്ക് കൊടുക്കണം അല്ലേ? ഓക്കെ. ഞാനും ഇടയ്ക്ക് നോമ്പ് എടുക്കാറുണ്ട്. ചില സന്ദർഭം ഇടയ്ക്ക് എടുക്കും. പക്ഷെ ഞാൻ രാവിലെ ഇരുന്ന് കഴിക്കൂല. നൈറ്റ് കഴിക്കാതെ കിടന്നിട്ട് പിന്നെ പിറ്റേന്ന് വൈകുന്നേരം കഴിക്കുള്ളൂ. രാവിലെ എണീച്ച് കഴിക്കാനുള്ള ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഇടയ്ക്ക് നോമ്പ് എടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. സൂപ്പർ കമ്പനി ഇനിയും കാണാം. പറ. നിങ്ങൾ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. രാത്രി 8 മണിക്ക് തിങ്കൾ മുതൽ ശനി വരെ മഴവിൽ മനോരമ മാക്സും ഉണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ചാനലിനെ കാണുവാണെങ്കിലാണ് റേറ്റിംഗ് കൂടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സീരിയൽ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചാനലിനെ കാണാം കേട്ടോ. ചാക്കോയും മേരിയും കണ്ടിട്ടുണ്ടോ? ഐശ്വരി എന്റെ മുമ്പത്തെ സീരിയൽ കണ്ടിട്ടുണ്ടോ? അല്ല, ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ഏഷ്യാനിൽ ഗീതഗോവിന്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൺമണിയായിട്ട് എനിക്ക് കണക്ഷൻ ആവുന്നില്ലേ. ഇവള് മൂവിയിലൊക്കെ ഉണ്ട്. നമ്മുടെ ആഘോഷം മാറിപ്പോയി. ആഘോഷത്തിലൊക്കെ ഉണ്ട്. യെസ്, ഈ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലേ, റീൽസ് ചെയ്യാറുണ്ട്. പേര് പറ. ഇൻസ്റ്റ ഐഡി അഫ്രീൻ. അപ്പൊ നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്നു ഏതോ അഫ്രീൻ. എന്റെ പ്രൈവറ്റ് അക്കൗണ്ട്. എന്നിട്ടാണോ റീൽ ചെയ്തിട്ട് കാര്യം? അതല്ല, മടി. അതല്ല, ഞാൻ റീലിൽ കളിയാക്കും. അങ്ങനെ മടി വിചാരിക്കരുത്. നീ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നോ? എന്റെ ടിക്ടോക്ക് കണ്ട നീ ഇപ്പൊ ചിരിച്ചാവും. അമ്മ സൂപ്പർ ടിക്ടോക്ക് ഇട്ടോ. ഞാൻ ഭയങ്കര ബോറൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതങ്ങനെ മുതിർന്നിട്ടാണ് എനിക്ക്
എനിക്ക് സീരിയലിലേക്ക് ഇത് കിട്ടിയത് ഞാൻ സിനിമേന്റെ സീസണിലൊക്കെ ഡയലോഗ് വെച്ച് ചെയ്യുമല്ലേ. ആണ്. ഞാൻ അങ്ങനെ ചെയ്തേ. അപ്പൊ എല്ലാരും കളിയാ. ഒരു കാര്യം പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോ, നമ്മളുണ്ട് കൂടെ സപ്പോർട്ട്. കഴിഞ്ഞിട്ട് ഇഷ്ടമാണ്. ആണോ? പക്ഷെ പഠിത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണ്ടോ. ഞാനൊക്കെ ചെയ്ത മണ്ടത്തരം എന്താ വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞു നിർത്തി, വേറെ ഒന്നും തിരിഞ്ഞില്ല. പക്ഷെ നീ ഫുൾ ഇവൻ ടീച്ചറാ കേട്ടോ. എന്നിട്ട് ഇത് ബിടെക് ആണ്. ഇതാണ് അക്കൗണ്ട്. ആള് റീലൊക്കെ ചെയ്യാറുണ്ട്. കൂട്ടുകാരൊക്കെ കളിയാക്കുന്നു പേടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നീ ഒട്ടും പേടിക്കേണ്ട. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി കൊന്നുണ്ട് റീൽ. പക്ഷെ അവർ കാരണമാണ് ഇന്ന് എനിക്ക് മടിയില്ലാതെ ആൾക്കാരെ മുമ്പിൽ നിൽക്കാൻ പറയണത്. അവര് കളിയാക്കി എനിക്ക് ആ മറ്റേ കളിയാക്കലാണ്ട് പോയി. ഇനി ആര് കളിയാക്കൽ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ കൊന്നു. എനിക്കറിയാലോ, ഞാൻ നിന്നെന്ന് അറിയില്ല. എനിക്ക് ഞാൻ ലൈവായിട്ട് ഫോളോ, പക്ഷെ ലൈവായി ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ ഈ കുട്ടീനെ ഫോളോ ചെയ്യാൻ പോകണം. ഗൈസ് അപ്പൊ നോക്കിയതാ. വീട്ടിൽ നിന്ന് ചോദിക്കാൻ വരും ഞാൻ ആരെങ്കിലും ഒക്കെ. ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് പറ. ആണോ? ഹായ് പറ, ഹായ് പറ. പേര് പറ, പേര് പറ. ഈ ഏട്ടനെ ഇഷ്ടാണോ? അല്ല, ഈ ഏട്ടനെയോ? എന്നെ ഇഷ്ടാണോ? എന്നെ ഇഷ്ടമല്ല, ഇവനെയും ഇഷ്ടമല്ല. പിന്നെ ആരെയും ഇഷ്ടം? ഈ ഏച്ചിനെ ഇഷ്ടമാണോ? ഭാഗ്യം അല്ല, ഭാഗ്യം. ആരും ഇഷ്ടമല്ലല്ലോ. നിന്നൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടമില്ല, മോശമായാലും. അത് പേടിച്ചിട്ടിരിക്കാം. കൊച്ചിനെ കണ്ടാ പേടിച്ചിരിക്കാന്ന്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ. ഇതാ കൺമണി സൈക്കിൾ ഓട്ടാൻ പോട്ടെ ഗൈസ്. അത് ഏതറിയോ? അതറിയോ? ആ കുട്ടിക്ക് പരീക്ഷയാണ്. ആ കുട്ടിക്ക് പരീക്ഷയുള്ള കുട്ടീനെ പിടിച്ചിട്ടാണ് അവള് ആ കുട്ടിയുടെ സൈക്കിൾ വാങ്ങിയിട്ടാണ് ആ കുട്ടി വെറുതെ ഓക്കെയാണ്. അവള് ഇത് കഴിഞ്ഞ് പഠിച്ചോളൂ. ഈ ഫ്രെയിം രസം കേട്ടോ നിന്നെ കാണാൻ, കൊള്ളാം. ഞങ്ങൾ അങ്ങനെയൊക്കെയാ. ഞങ്ങക്ക് 6:30 വന്ന് 9:30 അങ്ങ് കഴിയുള്ളൂ. ബ്രേക്ക് ചെയ്താ ഇതില് ക്ലച്ച് ചെയ്താ? ആ ഓക്കെ, വിട്ടോ. ആ വണ്ടിനുള്ളിൽ കയറണ. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ്. ഇതാണ് ചെക്കന്മാരെ കണ്ട അപ്പം തെറ്റി പോള്. ഇത് ലൈവല്ല, അത് വീഡിയോ. സിംഗപ്പെണ്ണ്, സിംഗപ്പെണ്ണ്, സിംഗപ്പെണ്ണ്. ആ ചെക്കൻ്റെ അടുത്തേക്ക് നോട്ടം, ഒരു പോക്ക്. പിന്നെന്താ, ശരിക്കും കഴിയും. 20 കഴിയുമ്പോഴേക്ക് 21 +2 10 ആവുമ്പോ 17 വയസ്സല്ലേ? അതിനെ തേർഡ് ഇയറിലെ കഴിയാ. മോളെ இந்த பொண்ணுக்கு அந்த மாதிரி எல்லாதும் கிடையாது. இவளு வந்து புறம்போக்கு. இந்த பொண்ணுக்கு அந்த மாதிரி எல்லாம் கிடையாது. അഭിനയിക്കുക, വീടിനെ ഉയർത്തിയിടുക. നീ പഠിച്ചോടെ, പോയി കൊച്ചു പോയി പഠിച്ചോടെ. നാളെ ഹിസ്റ്ററി കുഴപ്പമില്ല, നല്ല പോയി പഠിക്കും. നാളെ ഹിസ്റ്ററി അതും മറ്റേ പബ്ലിക് അല്ലേ, പബ്ലിക് എക്സാം അല്ലേ മോളെ. ഞങ്ങളൊന്നും പഠിക്കാണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. പഠിച്ചോ, പോയി പഠിച്ചോ. ആ കൊച്ചു പഠിക്കാൻ പോവാണോ? വേണേ ഒരു റൗണ്ട് ഓട്ടിക്കോ, ഒറ്റ റൗണ്ട് ഓട്ടിക്കോ. വീണ് കഴിഞ്ഞ കുഴപ്പമില്ല. എന്റെ വീട് മലപ്പുറം ചേച്ചി. ബോർഡറാ, നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് ഒക്കെ അല്ലേ, അവിടെ. ആ ചേച്ചി നമ്മുടെ അങ്കമാലി. എന്റെ അപ്പൻ, അമ്മ, ഏട്ടൻ. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ ചേച്ചി, അനിയത്തി, അച്ഛൻ, അമ്മ. ശരി.